ജനങ്ങൾ നടന്നു പോകണോ, പറന്നു പോകണോ, ഇരുന്ന് പോകണോ എന്നുള്ളത് അവർ തീരുമാനിക്കും. അത് ആരുടെയും അനുകമ്പയിലോ ആരുടെയും കരുണയിലോ നടത്തി കിട്ടേണ്ടുന്ന ഒരു കാര്യമല്ല. അത് അവകാശമാണ്. ആ അവകാശത്തിനെതിരെ കടന്നുകയറ്റം നടത്തിക്കൊണ്ട് ഇങ്ങനെ സമ്മേളനം നടുനിരത്തിൽ കെട്ടിപ്പൊക്കാൻ കഴിയില്ല എന്നുള്ള ഉത്തരവ് പാലിക്കാൻ കഴിഞ്ഞില്ല എന്നങ്ങ് തുറന്ന് സമ്മതിച്ചാൽ പോരെ. സമ്മതിക്കുമ്പോഴും അതിനെ സംബന്ധിച്ച് ന്യായീകരണം എങ്ങനെയാണ് വരുന്നത്? രണ്ട് തരത്തിലാണ് നാം കാണുന്നത്. വളരെ സൈദ്ധാന്തികമായിട്ട് സന്ദേശത്തിൽ ശങ്കരാടി പറയുന്ന തരത്തിൽ നമുക്കിതിനെ അങ്ങ് വലിയൊരു കാര്യമായിട്ട് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത കൊണ്ടാണ് ഇതിനെ വിമർശിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ കഴിയും. പക്ഷേ ഇത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത കൊണ്ടൊന്നും അല്ല. ഒരു ജനാധിപത്യ സമൂഹത്തിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടി, അത് കമ്മ്യൂണിസ്റ്റ് ആവട്ടെ, കോൺഗ്രസ് ആകട്ടെ, BJP ആകട്ടെ, ഇത്തരത്തിൽ നിലനിൽക്കുന്ന നിയമവും കോടതിയുടെ ഉത്തരവും ലംഘിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ വിമർശനശരം കൂടും. നേരത്തെ UDF മന്ത്രിസഭ ഭരിച്ചിരുന്നപ്പോഴും ഇങ്ങനെയുള്ള വിമർശനങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അത് അധികാരത്തിലിരിക്കുന്നവർ ജനങ്ങളോട് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് എന്ന ബോധ്യത്തിൽ നിന്നാണ്.